മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വിമർശനവുമായി കവി സച്ചിദാനന്ദൻ. മുഖ്യമന്ത്രി ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് നടത്തിയ പരാമർശം ലജ്ജാകരമെന്ന് സച്ചിദാനന്ദൻ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സേവനത്തിനാണ് കൂലി കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ വംശീയതയുണ്ടെന്നും വിമർശനം. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ്, ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച പരാമർശം നടത്തിയത്. സംസ്ഥാനത്തു നിന്നുള്ള പണമെല്ലാം ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികൾ കൊണ്ടുപോകുന്നു എന്ന തരത്തിൽ വംശീയത കലർന്ന ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേരളത്തിലേക്ക് പണം കൊണ്ടുവരുന്ന കൂടുതൽ മലയാളികൾ, പ്രവാസി മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തന്നെ പണിയെടുത്താണ് ഇവിടേക്ക് പണം എത്തിക്കുന്നതെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ലജ്ജാകരമായ പരാമർശം നടത്തി. എന്തൊക്കെയാണ് സച്ചിദാനന്ദൻ്റെ വിമർശനത്തിലുള്ളത്? തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ നടന്ന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തുന്നത്. സംസ്ഥാനത്ത് കേരളത്തിൽ വന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന കൂലി ഇത്തരത്തിൽ അതിൻ്റെ ഒരു ഭൂരിഭാഗവും ഇത്തരത്തിൽ അന്യസംസ്ഥാന നാടുകളിലേക്ക് അവർ കൊടുത്തയക്കുന്നു എന്നുള്ളൊരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇത് സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ ചിലവാകേണ്ട പണമാണ് ഇത്തരത്തിൽ അന്യനാടുകളിൽ എത്തിച്ചേരുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദമായിട്ടുള്ള ഒരു പരാമർശം. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ ഇത്തരത്തിൽ വിമർശനവുമായി എത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ കവി സച്ചിദാനന്ദനാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിയമസഭയിൽ നടത്തിയ പരാമർശം തികച്ചും ലജ്ജാകരമാണെന്നും ഇത്തരത്തിലുള്ള ലജ്ജാകരമായിട്ടുള്ള പരാമർശങ്ങൾ പിൻവലിക്കണം എന്നുകൂടിയാണ് കവി സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതര സംസ്ഥാനക്കാർ ചെയ്യുന്ന സേവനത്തിനാണ് സംസ്ഥാനത്ത് കൂലി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു നിരക്കിൽ മാത്രം, കേരളം അതിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടുള്ള നിരക്കിൽ മാത്രമുള്ള കൂലിയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ഒരു പക്ഷേ അല്ലെങ്കിൽ പലപ്പോഴും ഈ നിരക്കിന് താഴെ അങ്ങനെ കൂലി കൊടുക്കുമ്പോഴും അത് അവരുടെ ഇഷ്ടത്തിന് ചിലവാക്കേണ്ട തുകയാണ്. അത് ഇത്തരത്തിൽ ഈ കേരളത്തിൽ തന്നെ ചിലവാക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ കേവലം അപമാനകരമാണെന്നും അതിൽ വംശീയത നിറഞ്ഞ പരാമർശമാണെന്നൊക്കെ തന്നെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വിമർശനം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാമർശം അത് വംശീയത കലർന്ന പരാമർശമാണെന്നും അതോടൊപ്പം തന്നെ ആ ഭാഷ, മുഖ്യമന്ത്രി ആ സഭയിൽ പ്രസംഗിച്ച ഭാഷയിൽ ഇത്തരത്തിൽ വംശീയത ഉണ്ടെന്നും ആരോപണം ഉയരുന്നു, അല്ലെങ്കിൽ വിമർശനം ഉയരുന്നു. എന്തായാലും കവി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലെ മലയാളികളും മറ്റ് അന്യദേശങ്ങളിൽ പോയി ജോലി എടുക്കുന്നുണ്ട്. അവരും ഇത്തരത്തിൽ അവരുടെ ഒരു സമ്പത്തിൻ്റെ ഭാഗം ആ ദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മലയാളികൾ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതെല്ലാം മറന്നുകൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അത് അധിക്ഷേപ പരാമർശം തന്നെയാണ്. വളരെ വളരെ ലജ്ജാകരമായിട്ടുള്ള പരാമർശമാണ്. മുഖ്യമന്ത്രി അത് തിരുത്തണം, മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഇപ്പോൾ കവി സച്ചിദാനന്ദൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നത്. സാരംഗ്, ഒരുപക്ഷേ ഈ സംഘപരിവാറുകാരുടെ ന്യായമാണ് വി.ഡി. സതീശൻ്റെ ഭാഷയിലൂടെ വന്നത്. അപരവിദ്വേഷം ജനിപ്പിക്കുക, അതിലൂടെ കയ്യടി നേടുക, വലതുപക്ഷ ഇത്തരം ആശയങ്ങളുള്ളവരെ സുഖിപ്പിക്കുക. അക്കാര്യം തന്നെയല്ലേ വി.ഡി. സതീശൻ നടത്തിയത്? അതിൽ തന്നെയല്ലേ സച്ചിദാനന്ദൻ കൃത്യമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും സിജു, അങ്ങനെ തന്നെയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ആ ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഭാഷ അത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് ഒരു വംശീയത എന്നുള്ളൊരു ഘടകം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പ്രകടമാണ് ആ ഭാഷാ പ്രയോഗത്തിലും അല്ലെങ്കിൽ ആ പരാമർശത്തിൽ ഉൾപ്പെടെ അത്തരത്തിലൊരു വംശീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു സംഘപരിവാറിൻ്റെ ഛായയാണ്, അല്ലെങ്കിൽ ഒരു ഭാഷയാണ്, പദപ്രയോഗമാണ് എന്നൊക്കെ അത് വിലയിരുത്തേണ്ടതാണ്. എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നു വരുന്നത്. സാംസ്കാരിക മേഖലകളിലുള്ള മറ്റ് പലരും ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിൽ വിമർശനം വരുന്നു. ആ പരാമർശം ഒട്ടും യോജിക്കാത്തതാണ്, അത് തിരുത്തേണ്ടതാണ്, മാപ്പ് പറയപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ കവി സച്ചിദാനന്ദനും ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. സിജു.